കോഴിക്കോട് ഫറോക്ക് പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതി നേരത്തെ ചാടിപ്പോയി എന്ന വാർത്ത വന്നിരുന്നു. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, കസ്റ്റഡിയിലായോ? പ്രതി പിടികൂടാൻ കഴിഞ്ഞോ പോലീസിന്? പ്രതീക്ഷ, പ്രതിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചു വരികയാണ്. 4-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു പോയിട്ട്. മേഖലയൊന്നാകെ പോലീസ് പരിശോധിച്ചു വരികയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എയർ ക്യാമ്പിൽ നിന്നടക്കമായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം ഫറോക്ക് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ അധിക ഡ്യൂട്ടിക്കായി വന്നിട്ടുള്ള പോലീസുകാരുടെ ദൃശ്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് പോലീസ് പറയുന്നത് പ്രകാരം 7:20 സ്റ്റേഷനിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടു പോകുന്നത്. 2 കൈയും വിലങ്ങ് വെച്ച പ്രതിയാണ്. ഇന്നലെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതാണ്. അതായത് ഈ ഫറോക്ക് പോലീസ് പരിധിയിൽ താമസിക്കുന്ന UP സ്വദേശിയായ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിലാണ്. തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ അടക്കം വകുപ്പുകൾ ചുമത്തിയ പ്രതിയെ ബംഗളൂരുവിലുള്ള മലയാളികളുടെ സഹായത്തോടു കൂടിയാണ് പോലീസ് പിടികൂടിയത്. അതിനുശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കൈവിലങ്ങ് വെച്ചിരുന്നു. പിന്നീട് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി സെല്ലിൽ നിന്ന് പുറത്തിറക്കിയ സമയത്ത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. അങ്ങനെ ഇറങ്ങി പ്രതി രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായിരുന്നത്. മേഖലയിൽ ഒന്നാകെ പോലീസ് തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഒരുപാട് വീടുകളുള്ള ജനവാസ മേഖലയാണ്. അതുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോകുന്നത് കണ്ട ആളുകളൊക്കെയുണ്ട്. CCTVയിലും പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കൈവിലങ്ങുള്ളത് കൊണ്ട് തന്നെ അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് മേഖലയിൽ തന്നെയുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങൾ, കാട് മൂടപ്പെട്ട സ്ഥലങ്ങൾ, ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടാകാം എന്നൊരു നിഗമനമാണ്. പക്ഷേ ഇത്രയും സമയം തിരഞ്ഞിട്ടും ഇരുട്ടായതുകൊണ്ട് ഈ പ്രതിയിലേക്ക് ഏതായാലും അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഫറോക്ക് പോലീസിനെ സംബന്ധിച്ച് ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതുപോലൊരു പ്രതിയെ കൊണ്ടുവന്ന് കൈവിലങ്ങുള്ളൊരു പ്രതിയാണ്. ഏതായാലും സ്റ്റേഷന്റെ മുൻവശത്തു കൂടി തന്നെ ഇറങ്ങി രക്ഷപ്പെട്ടു പോയതും ഇത്രയും മണിക്കൂറായി കണ്ടെത്താൻ കഴിയാത്തതും. ഈ പെൺകുട്ടി, അതായത് ഫറോക്ക് പരിധിയിൽ തന്നെയുള്ളൊരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ആ കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു. പക്ഷേ സ്കൂളിൽ എത്തിയില്ല. രക്ഷിതാക്കൾ അന്വേഷിച്ചു വരുന്ന സമയത്താണ് കുട്ടി സ്കൂളിൽ വന്നിരുന്നില്ല എന്നുള്ള വിവരം അധ്യാപകരിൽ നിന്ന് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ പ്രതി പ്രസൻജിത്ത് മേഖലയിൽ തന്നെ നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന ആൾ കൂടിയാണ്. ഇയാളും മിസ്സിംഗ് ആണെന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു. മൊബൈൽ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് ഫറോക്ക് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയാണെന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ബംഗളൂരുവിൽ എത്തിയെന്ന് തിരിച്ചറിയുകയും അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുവന്ന ഒരു പ്രതിയെയാണ് ഈ വിധത്തിൽ പോലീസിന്റെ ഗുരുതരമായ നോട്ടക്കുറവ്, വീഴ്ച കാരണം ഇറങ്ങിപ്പോവുകയും ഏതായാലും ഇത്രയും മണിക്കൂർ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ വന്നിട്ടുള്ളതും. ഏതായാലും 2 കൈയിലും വിലങ്ങ് വെച്ചത് കൊണ്ട് തന്നെ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണം. ഒരുപാട് സ്ഥലങ്ങൾ പോകാനിടയുള്ള മേഖലകൾ, പിന്നീട് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ആ പരിധി എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പോകാനുള്ള സാധ്യത കുറവാണെങ്കിൽ കൂടിയും മറ്റ് അറിയിപ്പുകളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ടോ? പ്രദേശത്ത് നമുക്കറിയാം രാത്രിയിലാണ് പരിശോധനയ്ക്ക് ചില പരിമിതികളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലൊക്കെയുള്ള സെർച്ചാണ് ഇപ്പോൾ നടക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന്? അതായത് ഈ പ്രതി സ്റ്റേഷനിലൂടെ ഇറങ്ങി റോഡിലൂടെ നടന്ന് ഇവിടെ നിന്ന് മുകളിലേക്കുള്ളൊരു വഴിയുണ്ട്. അതായത് തൊട്ട് മുകളിലേക്ക് തന്നെയാണ്, ഒരുപാട് വീടുകളുള്ള സ്ഥലം തന്നെയാണ്. ആ മേഖലയിലൂടെ നടന്നു പോകുന്നതാണ് ആളുകൾ കണ്ടത്. ആ സ്ഥലത്ത് എത്തി പോലീസ് നേരത്തെ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. അതായത് ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് അവിടെയൊക്കെ തിരഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ കുറച്ച് അകലെ മാറി ഒരു വീട്ടുമുറ്റത്ത് കൂടി പ്രതി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലാകെയാണ് ചെറു ഗ്രൂപ്പുകളിലായി തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. പ്രജീഷ, ഈ കൈവിലങ്ങുള്ള ഫറോക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്, സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. ഒപ്പം ഫറോക്ക് പുഴയും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മേഖലയിലേക്കൊന്നും മറ്റു കൂടുതൽ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് പ്രതിക്ക് പോകാൻ കഴിയില്ല എന്നുള്ള നിഗമനമാണ്. അതുകൊണ്ട് കൈവിലങ്ങുള്ളത് കൊണ്ട് അധിക ദൂരം പോകാൻ കഴിയില്ല. ആളുകൾക്ക് കണ്ടാൽ കൃത്യമായി മനസ്സിലാകും. അതുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ അങ്ങനെ എത്താത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇയാൾ പതുങ്ങിയിരിക്കുന്നുണ്ടാകാം, ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിലേതായാലും അന്വേഷണം പുരോഗമിച്ചു വരുന്നത്. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്. പോക്സോ കേസിലെ പ്രതിയാണ്. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ മേഖല വിട്ട് എങ്ങോട്ടും പോകാനുള്ള സാധ്യത ഇല്ലെന്നാണ് ഇപ്പോൾ സൂചനകളായി ലഭ്യമാകുന്നത്.